വർഷക്കാലത്തിലെ 7ാം ഞായറാഴ്ചയാണ് വിശുദ്ധബലിക്കായി നിർമ്മിച്ചുകൊടുക. ശിവകാലത്തിലെ 2ാം ഞായർ വിശുദ്ധബലിയിൽ നമ്മുടെ നിയമങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി നിയമം നൽകിയിരിക്കുന്നത് ജോഡി ആൻഡ് ജോഡി ഫാമിലി അവിടെ താങ്ക്സ്ഗിവിംഗിനായിട്ടാണ്. അതുപോലെ ജോഷ് അനീഷിൻ്റെ കുഞ്ഞിൻ്റെ 3ാം ബർത്ത്ഡേ ആണ് ദിവസങ്ങളിൽ. അതുപോലെ മാണി പിതാവ് വർക്കിയുടെ 13ാം ചരമ വാർഷികമാണ്. ഈ എല്ലാ നിയമങ്ങളും തെരുവുകൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ അവസാനത്തെ ഒഫീഷ്യൽ മാസമാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. Amen.
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ജീവരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാത്മകരായ ഞങ്ങൾ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ.
ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പൊളിച്ചൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്ന സകലത്തിന്റെയും നാഥാജ്ഞ നയിക്കുക. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാജ്ഞ നയിക്കുക. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജ്ഞ നയിക്കും. ജയിക്കുന്നതിന് മുമ്പ് ദയവായിട്ട് മുന്നോട്ട് കയറി. ഒത്തിരി സീറ്റ് മുമ്പിലുണ്ട്. കുറെ ആളുകളിൽ മുന്നോട്ടിരിക്കുകയാണ്. സാധിക്കുന്ന ആൾക്കാർ മുന്നോട്ട് കയറിയിരിക്കുകയാണ്. ഇരിക്കുന്നവർ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് കയറുക. ഒത്തിരി സീറ്റുകളുണ്ട്, രണ്ട് സൈഡിലുണ്ട്. അതുപോലെ ഈ സൈഡിലെ സീറ്റുകൾ ഇരിക്കാം. ഇവിടെ ഈ സൈഡിലും സീറ്റുകൾ ഫ്രീ ഉണ്ട്. അനീഷ് ആരെങ്കിലും മനീഷ്
ഇവിടെ ഇരുന്നാണ്. ഈ സൈഡിലെ പുറത്തേക്കാം. യെസ്. സഹോദരരെ, നിങ്ങൾ സത്യത്തോടെ ശ്രമിക്കുകയും നിയമാവൃത്ത പുസ്തകത്തിൽ നിന്നുള്ള വായന. ഇസ്രായേലേ, കേട്ടാലും നിങ്ങളിൽ നിന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്തുവാൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ്. അനാക്കിമുകളുടെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെ പറ്റി പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവിക് അഗ്നിയുമായി നിങ്ങളുടെ മുന്നിൽ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ട നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ട നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയാണ് അവരെ അവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും. എന്തെന്നാൽ നിങ്ങൾ ദുഷ്ടാട്ടിക്കാരായ ജനമാണ്. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗിരികളാൽ ഹല്ലേലൂയ ഗിരികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിർമ്മല
ജീവദായകവും ദൈവികമായ കൽപ്പനകളും അതിരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. A reading from the letter of St. Paul to the Philippians. May Christ bless you. In conclusion, my friends, be joyful in your union with the Lord. I don't mind repeating what I have written before, and you will be safer if I do so. Watch out for those who do evil things, those dogs, those who insist on cutting the body. It is we, not they, who have received the true circumcision. For we worship God by means of His Spirit and rejoice in our life in union with Christ Jesus. We do not put any trust in external ceremonies. I could of course put my trust in such things. If any of you think you can trust in external ceremonies, I have even more reason to feel that way. I was circumcised when I was a week old. I am an Israelite by birth, of the tribe of Benjamin, a pure-blooded Hebrew. As far as keeping the Jewish law is concerned, I was a Pharisee, and I was so zealous that I persecuted the church. As far as a person can be righteous by obeying the commandments of the law, I was without fault. But all those things that I might count as profit, I now reckon as loss for Christ's sake. Not only those things, I reckon everything as complete loss for the sake of what is so much more valuable, the knowledge of Christ Jesus my Lord. For His sake, I have thrown everything away. I consider it all as mere garbage, so that I may gain Christ and be completely united with Him. I no longer have a righteousness of my own, the kind that is gained by obeying the law. I now have the righteousness that is given through faith in Christ, the righteousness that comes from God and is based on faith. All I want to know Christ and to experience the power of His resurrection, to share in His sufferings and become like Him in His death, in the hope that I myself will be raised from the death to life. This is the word of the Lord. Praise to Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലോരാശ്രയമെന്നായി വന്നു വീഴുന്നു തുളുമ്പിടുന്നു രാജാവിൻ പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേയും നിത്യമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെ തിരുവചനങ്ങൾ.
അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. കാരണം പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ പ്രതിഫലിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപഴിച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളെ സഹിക്കണം? അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. ഈശോ അതിനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ മാത്രമായി ഈശോയെ സമീപിച്ചു. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കില്ല. Just imagine if we pray for something and we do not get that, we will be naturally upset. And we will try once again, and still you don't get that, you will be distressed. And eventually we will stop praying. There is no God, and there is no meaning in praying to God. We will think like that. But today we see a father of a sick boy who is paralytic. No, he's got epilepsy, right? And the father gives a beautiful example of how to pray. The disciples of Jesus tried first to heal, because Jesus was not there. He was with three of his favorite, his buddies, was going to the mountain. And they did not know what is happening there. And they tried, 9 of them tried their best to heal this boy. But they could not. You can imagine what kind of feeling the disciples they had. They were sad, they were also upset, and they were ashamed. And the father, he doesn't stop there. He did not condemn these people. What kind of disciples you are? You are of faith. He did not say that. He waited. He waited till Jesus came down from the mountain. How many hours we did not know. Anyway, when he came down, he came to Jesus and asked, please help me. I want to heal. I want to save my son. Jesus heard that. And he healed him, and he told his own disciples, you need something more than what you have right now. You need a faith, which was shown by this father, who was continuously praying till he gets that. And this kind of faith, that is what we are lacking now. We want to have things get right now. And we are not ready to wait for God for his time. And Jesus said we need a faith that is maybe the size of a mustard seed, too small. And even that we do not have. That is something too pathetic. And Jesus was mentioning this several times. So what is that kind of faith that is required for us? You know, the whole Bible itself speaks of faith several times in several contexts. And we know who is the father of faith. That is Abraham. Why he became a father of faith? Because he went into a place
where God wanted him to go, which he did not know. He was very happy he was placed in Ur with lot of wealth. But God asked him to go to a very far distant place. He left everything and he was going. It is called a leap into the darkness. So faith is often described and defined as faith in leap into the darkness, where we do not know what it is. There is a famous story told by Anthony Mendo, and we may have heard this story in one or other version. It's always good to remember that story. The story is like that. When one person, he was walking through a road in the darkness. He did not have any lamp or light with him. And he slipped into a deep ditch. And in the process of falling down, somehow he raised his hands and he got into the on a branch of it, something like a branch or tree or a root, and he was hanging down in that. And he called God, God, come and help me. If you come and help me, I will spend the rest of my life preaching your good news. And God answered, I know, when you are in danger, everyone prays like that. And he said, no, it's not like that. Please help me. Okay, God said, I can save you. What you have to do is, just loosen your hand and fall. And it was so dark. He said, no, I will die. Are you crazy? You ask me to loose my hands and fall. And the story ends like that. After a few days, some people came around that area to collect wood, firewood, and they found a person hanging on a small root or a branch, and he was only 3 feet from the bottom of the earth. This is what we call lack of faith. And very often this happens in our lives too. And this is the experience the disciples had, and this is what the faith the Father really had. So let's think about how the Father was praying to Jesus. Lord, be merciful. Be kind to me. That's a beautiful prayer in the Bible. Very often we hear that prayer. Lord, have mercy on me. What does that mean? Means I am helpless. It is your kindness and your grace that keep me safe. So be merciful. It's not easy to take everything in your hands and offer to God and say, God, you are the great. Because we have our own things with us. We think we are the great. And as long as we have the weight of our own health, wealth and everything, we cannot put that in God's hands. And we think God should be merciful to us even with all what we have. And this faith Jesus is giving us. And also we have to think about the Father who was asking God, Jesus, to help his son. Who is this Father? And what kind of mediation is he having? He knew that his own son is sick. It is not easy for any parent to find their children sick, especially sick for a long time, different serious reasons. And we should pray, and we are praying. But take all those to the real person who can help us, that is Jesus, and asking him to help him and save him. This Father is living today. It is in you and your parents, and you should keep this your own son safe from this fire and water. What is the fire and water? That is all around us. It is the fire. It is the social media. It is the drugs.
It is a lovely heart. And it is whatever we heard, we are in the network of being held by Satan in one or other way. You know, this hybrid word. Why this term internet came? Just reminding us that the internet is the core word. How the net comes. So the parents, how they should be aware of this and keep our children safe. So let us remember all those things and ask God's special help for our children. ഈ 17-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷത്തിലെ അത് ആരംഭിക്കുന്നത് യേശുവും തന്റെ ശിഷ്യന്മാരും അവര് 3 പേര് യേശുവിന് ഇഷ്ടപ്പെട്ട 3 പേരെ കൊണ്ട് മലമുകളിലേക്ക് പോയ സംഭവമാണ്. അവിടെയാണ് പ്രത്യക്ഷീകരണം ഉണ്ടായത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഏലിയാസിക അവസരക്കാലത്തിന്റെ ആ ചൈതന്യം അതാണ്. യേശു തന്റെ മഹത്വം എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ദിസ് ഈസ് പെർഫെക്റ്റ്, നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് താമസിക്കാം. 3 കൂടാരമൊക്കെ ഉണ്ടാക്കി നമുക്ക് താമസിക്കാം, നമുക്ക് താഴോട്ട് പോകണ്ട, അവിടെ പോയ പ്രശ്നങ്ങളാണ്. യേശു പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ, ജീവിതത്തെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം. ശിഷ്യന്മാരും അടിച്ചാണ് യേശുവിനോട് താഴോട്ട് ഇറങ്ങിച്ചത്. താഴെ ഇറങ്ങിച്ചപ്പോഴാണ് അതിലും വലിയ പ്രശ്നം. അവിടെ ബാക്കിയുള്ള 9 പേരും എന്താ അവിടെ പറയുന്നത് നിഷ്കഷായിരിക്കുന്നു. അവർ ചമ്മി അടിച്ചവിടെ ഇരിക്കുകയാണ്. കാരണം അവര് ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, അത് സാധിച്ചില്ല. ഞങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് ഘോഷിച്ചുകൊണ്ട് അവര് ഒരു കുട്ടിയെ സുഖപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. കുട്ടിയുടെ പിതാവ് മാത്രമല്ല, കൂടെ ഇരിക്കുന്നവരെല്ലാവരും അവരെ നാച്ചുറലായിട്ട് കളിയാക്കും. അങ്ങനെ വളരെ വിഷാദത്തോടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ നിലവിലേക്ക് അയച്ചു ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോൾ ആ പിതാവ് ചാടി വന്ന് യേശുവിനോട് പറയുകയാണ്, ശിഷ്യന്മാരെ പറ്റി പരാതി ഒരു ഭാഗത്തുണ്ടെങ്കിലും കർത്താവേ എന്റെ പുത്രനെ കനിയണമേ. നിന്റെ ശിഷ്യന്മാരെ ജീവിതം സ്വദേശിച്ച് പറ്റിയില്ല, അതിനായി കംപ്ലൈന്റ് അല്ല അയാൾ പറയുക, നീ എന്നിൽ കനിയണമേ. എത്തേണ്ടടുത്ത് പ്രാർത്ഥന എത്തിയപ്പോൾ അവിടെ വലിയ വ്യത്യാസം ഉണ്ടായി. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് സിമിലറായ എക്സ്പീരിയൻസ്. മോശ മലമുകളിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞ് അവിടെ പോയി കൽപ്പനയെല്ലാം കഴിച്ച് ആഘോഷമായിട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ വിശ്വാസം നഷ്ടപ്പെട്ട ആ ജനത അവര് ഈ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി അങ്ങ് ആഘോഷിക്കുകയാണ്. എത്ര അപ്സെറ്റാണ് അവിടെ കാര്യങ്ങൾ നോക്കുക. അതിന് കൃത്യമായിട്ട് ഒരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാവുന്നത് അത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലാണ്. അവിടെ ഗഹസി എന്ന പേരുള്ള എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ, അയാളുടെ നല്ലൊരു അടിപൊളി പാർട്ടിയാണ്. അവരെ ശിഷ്യന്റെ കൂടെ പ്രവാചകന്റെ കൂടെ കടന്ന് പ്രവാചകൻ കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ അടുക്കൽ വന്ന് ശൂനാൻകാരി സ്ത്രീ എന്നാണ് എഴുതിയിരിക്കുക. പ്രവാചകൻ അടുത്ത് വന്ന് പറഞ്ഞു, മരിച്ചുപോയ എന്റെ മകനെ കുളിപ്പിക്കണം. ഇയാളുടെ സമയത്ത് രഹസ്യ തന്റെ ഗുരുവിന്റെ വടിയെടുത്തുകൊണ്ട് ഒറ്റ ഓട്ടമാണ്. അയാൾ ഓടിച്ചെന്ന് ഈ കുട്ടിയുടെ അടുത്ത് എന്നിട്ട് അയാൾ അറിയാവുന്ന ശുശ്രൂഷ എല്ലാം ഉത്സവത്തിൽ വടിയൊക്കെ നോക്കൊന്നും നടന്നില്ല. അയാള് രചിതനായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് ഗുരു ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച് എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ വളരെ സിമിലറായ ഒരു സംഭവമാണ് ഇവിടെ എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ട ഈ അനുഭവം എന്ന് പറയുന്നത് ശിഷ്യന്മാർക്കുണ്ടായത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുടെ അനുഭവമായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരിക്കൽ യേശു ശിഷ്യന്മാരെ പല ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്ത് നിങ്ങൾ വില്ലേജിൽ പോയി പ്രാർത്ഥിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, സുവിശേഷ പ്രസംഗം അതെല്ലാം പറഞ്ഞു. അതിനുശേഷം അവർ വളരെ വിജയശീലാളികളായിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ തൊട്ടവരൊക്കെ സുഖപ്പെടുന്നു, ഇതിൽ കൂടെ എന്താ സന്തോഷം ഇരിക്കുന്നത്. അവരങ്ങനെ ഷൈൻ ചെയ്തു വന്നപ്പോൾ യേശുവോട് പറഞ്ഞു, നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ മുകളിൽ നിന്നും ചെറുത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ അവനെ പരാജയപ്പെടുത്തിയതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന നേട്ടം നമ്മൾ ഒത്തിരി അങ്ങോട്ട് അങ്ങ് ഗ്ലോറിഫൈഡ് ആയി പോകും. അതിൽ പോയിട്ട് ദൈവത്തെ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത്. ഈ 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം. ഇന്നൊരു നീണ്ട ദിവസമാണ്, എനിക്കറിയാം. നിങ്ങളെല്ലാവരും വലിയ സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് വരുന്നു. അതുകൊണ്ട് നമുക്ക് കളയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന് പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് അത് ഡ്രസ്സില്ല, നമുക്ക് അടിച്ചു പൊളിക്കാം അന്നത്തെ ദിവസം. അപ്പൊ നമുക്ക്
ഒരു സെലിബ്രേഷനാണ്. എന്താ പറയാം, ആദ്യമായി 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം കൂടുതൽ എടുത്തു പറയാം. ചെറുതായിട്ട് ഇതിനകത്ത് സൂചിപ്പിച്ച ആദ്യത്തെ കുട്ടികളുടെ പ്രസംഗത്തില് ഒന്നാമതായി ഈശോയെ തേടി വരുന്ന പിതാവിന്റെ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ജോർജസ് വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ജോർജസ് എന്ന് പറഞ്ഞ അച്ഛൻ തമാശയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള കരുതൽ, ഈ പിതാവിന്റെ കരുതൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെയാണ് നമ്മൾ ആദ്യമായി ഓർക്കുക. അപ്പോൾ തന്റെ സമാന്തര സുവിശേഷങ്ങളിലൊക്കെ പ്രവാചകൻ മറ്റ് സമാന്തര സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ബൈബിൾ ക്വിസിനൊക്കെ സമാനം കൂടിയിട്ടുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്ക ഈ 3 സുവിശേഷങ്ങളെ സമാന്തരം, അതാണ് ഒരേ രീതിയിലുള്ള സുവിശേഷമാണ്. ഇതിൽ ഇത് മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം അപസ്മാരം വെളിവിട്ടു എന്ന് പറയുമ്പോൾ, മറ്റൊരു 2 സുവിശേഷങ്ങളിൽ പറയുന്ന അവരെ പിശാചുബാധിതനായിരുന്നു തന്നെയാണ്. അന്നത്തെ കാലത്ത് പിശാചുബാധയുടെ ഒരു ലക്ഷണമായിട്ടാണ് അവർ കണ്ടിരുന്നത് ഈ വെള്ളത്തിലൊക്കെ വീഴുക. അന്ന് വലിയ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്ന കാലമല്ല. എങ്കിലും പിശാചിന്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മത്തായി ശ്ലീഹ ഇവിടെ സംസാരിക്കുക. അപ്പോൾ ഈ പിതാവ് എന്ത് അന്ന് തന്റെ മകനെ കൂടെ അവിടെ കൊണ്ടുപോകുന്നെങ്കിൽ അതിന് മുമ്പ് അയാൾക്ക് ചരിത്രമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അപസ്മാരം പിടിപെട്ട ഈ കുഞ്ഞിനെ ഒരുപക്ഷെ അന്ന് ഉപേക്ഷിക്കാനോ അവോയ്ഡ് ചെയ്യാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കാൻ ഇത്രയും വയസ്സ്. ഈ അപ്പനോട് വന്നെങ്കിൽ കൊച്ചിന്റെ അമ്മയെ കൂടെ ഉണ്ടല്ലേ. അമ്മ അന്ന് പുറത്തേക്ക് വരാൻ അവർക്ക് അവസരമില്ലാത്ത വീട്ടിലാണ്. അവര് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ വലിയ വിഷമമുള്ള സംഭവമാണ് വീട്ടിലിങ്ങനെ കുട്ടിയുള്ളത്. ഇയാള് അതിനെ ഉപേക്ഷിച്ചില്ല. അതിനെ കൊണ്ട് യേശുവിന്റെ പക്കൽ വരികയാണ്. മാത്രമല്ല ഇവന് വെള്ളം കണ്ടാലും തീ കണ്ടാലും പ്രശ്നം ഉണ്ടാകുന്ന ഈ 2 സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ മുഴുവൻ കൊടുത്തിട്ടാണ് ഇതിനെ വരിക. അങ്ങനെ ആ ഒരു പിതാവിന്റെ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ. ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് മോചനം നൽകുവാൻ സാധിക്കുന്ന യേശുവിന്റെ പക്കൽ തന്നെയാണ് അയാൾ കൊണ്ടുവരിക. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ആ വലിയ ജാഗ്രത, ഇല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പറയാമെന്ന് ജോർജച്ചന്റെ കരുതൽ, ഇത് ഈ സുവിശേഷം നമ്മെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള തിന്മയുടെ നിരവധി ശക്തികൾ ആസുരഭാവത്തോടെ ആക്രമിക്കാനായി കാത്തിരിക്കുമ്പോൾ ജാഗ്രതയോടെ മാതാപിതാക്കൾ മക്കൾക്ക് കാവലായിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മാതാപിതാക്കളുടെ കടമകൾ വളരെയേറെ കൂടുന്ന സമയമാണ്. ഇവിടെ മയക്കുമരുന്നുകളുടെയും അതുപോലെ മറ്റ് കാര്യങ്ങളുടെ ഒക്കെ കാര്യം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാലത്താണ് കേരളത്തിലെ കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മീഡിയ കേൾക്കുക. നമ്മളിതെല്ലാം പണ്ടേ കണ്ടു കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകളും അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വെക്കപ്പെടുന്നത്. അതുപോലെ ലീഗലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിന്റെ അപകടങ്ങളിൽ നിന്നും കാവലായി നിൽക്കാൻ, അവരെ സൂക്ഷിക്കുവാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുക. മാതാപിതാക്കൾ അറിയുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ പ്രശ്നം. ഏതായാലും അതോടൊപ്പം തന്നെ ജീവനും ജീവിതവും വിശ്വാസവും കുടുങ്ങി നഷ്ടപ്പെടുന്ന ജീവിതങ്ങളെ പറ്റി നമ്മളിപ്പോൾ കൂടുതൽ അറിഞ്ഞു വരികയാണ്. അന്നും ഇന്നും ഉണ്ടായത് ശരിയാണ്. ഇങ്ങനെ വരവരിച്ച് കാത്തിരിക്കുന്ന അപകടങ്ങളുടെ ആ ചിലന്തികൾ സമൂഹത്തിലുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ നമുക്കൊരു തിരിച്ചുവരവുണ്ടാകാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ അപകടങ്ങളിൽപ്പെടും. ഈ പിതാവിനെ പോലെ കാവലായിരിക്കാൻ, ജാഗ്രതയോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ സമൂഹം ആക്രമിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത് എളുപ്പത്തില് സ്വാധീനത്തിൽ നമ്മൾ വിടുകയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ. ഈ തലമുറയെ നശിപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്ന, കരുതി ഇറങ്ങിയിരിക്കുന്ന ഈ ശക്തികൾക്കെതിരെ ജാഗ്രത തീർച്ചയായും നമുക്കുണ്ടാകണം. അതിനുള്ള വലിയ പ്രചോദനമാണ് സുവിശേഷത്തിന്റെ ഈ പിതാവ്. അയാളെ പോലെ തീയിലും വെള്ളത്തിലും വീഴാതെ കാത്തു സൂക്ഷിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്മയുടെ വലയിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുവാൻ ഉള്ള ജാഗ്രത നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ഈ മുന്നറിയിപ്പിനെ ഗൗരവമായിട്ട് എടുക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പിതാവ് യേശുവിനെ തേടി വന്നു. അയാൾ പ്രാർത്ഥിച്ചൊരു കാര്യം, ദൈവമേ കരുണയായിരിക്കും. ഇത് പലപ്പോഴും ലോർഡ് ഹാവ് മേഴ്സി എന്നുള്ള പ്രാർത്ഥന ഒത്തിരി പറയാറുണ്ട്. ഈ കരുണ എന്നത് ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ് നമ്മെ നിലനിർത്തുന്നത്
കരുണയായിരിക്കണമേ എന്ന് ഒരാളോട് പറഞ്ഞാൽ ആ ആളിൽ നമ്മൾ വിശ്വസിക്കുന്നത് അർത്ഥമാണ്. ആ ആളിലാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആ ഇരുട്ടില് കൈവിട്ട് താഴോട്ട് ചാടുക എന്നതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം നമുക്കില്ല. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്കെല്ലാം തൃപ്തരാണ്. താൻ പോരായ്മ എന്ന് പറയും. നമുക്ക് തന്നെ എല്ലാം ഉണ്ട് എന്നുള്ള ആ ബോധം. അതിൽ നിന്നും ദൈവത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ദൈവമേ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പ്രാർത്ഥനകള് കർത്താവ് കരുണയുള്ളവരും നീതിമാനുമാകുന്നുവെന്ന് 116 സങ്കീർത്തനത്തിൽ നമ്മൾ കേൾക്കുന്നത് പല പ്രാവശ്യം സങ്കീർത്തനത്തിൽ ആവർത്തിക്കുകയാണ്. ഈ കരുണയിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുവാൻ നമ്മുടെ ബലത്തെയോ നമ്മുടെ കഴിവുകളെയോ നമ്മുടെ സമ്പത്തിനെയോ സാധ്യതകളെയോ എല്ലാം മാറ്റിവെച്ച് അവ നിസ്സാരമാണെന്ന് കണ്ട് ദൈവത്തിന്റെ ശക്തിയിൽ സംഗമിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണയുള്ളവരായിട്ട് മാറും. ഇതിനുള്ള വലിയ ആയുധമാണ് ദൈവം നമുക്ക് നൽകുന്ന പ്രാർത്ഥന എന്ന ആയുധം. ഈ പ്രാർത്ഥനയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ വളരെ ആവശ്യമുണ്ട്. പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ഒത്തിരി ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഈ നാഴിക ശക്തികളെ, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന, അമ്മയത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന ശക്തികളെ തീർക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഏക മാധ്യമം ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന സാധനങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നോ ആ ആളുകളുടെ വിശ്വാസവും ആ ആളില് നമുക്ക് പൂർണ്ണമായിട്ടും ശരണപ്പെടാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥന. പിന്നീട് വരുന്നതെല്ലാം പ്രാർത്ഥനയായിട്ട് മാറുന്നു. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമല്ല എന്ന് നമുക്കറിയാം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുള്ള അവസാനിപ്പിക്കാൻ ഇപ്പോൾ തന്നെ ഒരു നമുക്ക് ചത്തു, ഒരു നമുക്ക് ചാറായിട്ടുണ്ട്. ഇതാണ് ചെയ്യാം. കരുണയുള്ള യഥാർത്ഥ പ്രാർത്ഥന, കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അതാണ് ശിഷ്യന്മാർക്കില്ലാതെ പോയത്. ഒരു ചെറിയ കഥ പോലെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിക്കലും രാജ്യത്തെ രാജാവ് തന്റെ ചെറുപ്പക്കാരനായ രാജകുമാരന് ഒരു വലിയ വാൾ നൽകി. അത് വളരെ പ്രത്യേകതയുള്ള വാളാണ്, വളരെ ഷാർപ്പായ വാളാണ്. ആരെ കിട്ടിയാലും അവരുടെ തല വിഷം കൊണ്ട് തെറിച്ചു. രാജകുമാരൻ സന്തോഷത്തോടെ വാളൊക്കെ മേടിച്ച് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന്റെ സമയത്ത് വാൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഈ വാളിന്റെ ഭാരം കാരണം രാജകുമാരൻ നിലത്ത് വീണു. ഈ വാൾ എടുക്കാനുള്ള ശക്തി അവനില്ലായിരുന്നു. ഈ ശക്തിയാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി വിശ്വാസം ഉണ്ടെങ്കിലേ ലഭിക്കുകയുള്ളൂ. ഈ വിശ്വാസം നമുക്ക് കാണാൻ സാധിച്ചത് കൃത്യമായ അർത്ഥത്തിൽ ഈ പിതാവിനാണ്. നമുക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് യേശു പറയുന്നത് നമ്മുടെ കളിയാക്കാൻ പറയുന്നത് മാത്രമല്ല. ദൈവത്തിന് നമുക്ക് അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദൈവം സപ്ലിമെന്റ് ചെയ്യും. പക്ഷെ അതുപോലെ നമുക്ക് ഇല്ലാതെ വരികയാണ്. ആവശ്യം വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നത് ഒരു കാര്യം, മറ്റേ ആളെ പോലെ തന്നെ. പക്ഷെ ആ വിശ്വാസത്തിലേക്ക് നമുക്കുണ്ട്, നമ്മുടെ ഉള്ളിൽ വിശ്വാസം കിടപ്പുണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ സാധിക്കട്ടെ. നമുക്ക് ഈ കോവിഡ് കാലം സമാപിച്ച് നമുക്ക് ആഗ്രഹിക്കാം. ഈ കാലത്ത് നമ്മുടെ വിശ്വാസത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പള്ളിയിലൊക്കെ ഓൺലൈനിൽ കാണാൻ സാധിച്ചു. ചിലർക്ക് ഇപ്പോഴും അത് തന്നെയാണ് ആസ്വദിക്കാൻ സാധിക്കുക. പള്ളി തുറന്നാലും പള്ളിയിൽ വരാനായിട്ട് നമുക്ക് ഒത്തിരി പറയുമ്പോൾ നമുക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുടെയും സേഫ്റ്റിയാണ് ചിന്തിക്കുക. ഈ സേഫ്റ്റി നമ്മൾ പുറത്ത് മോളിലൊന്നും കാണിക്കില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് സേഫ്റ്റി കൂടുന്നത് ഒക്കെ. എന്നാൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു വേണ്ട സമയമായി. ഒരുപക്ഷെ ചില പ്രാർത്ഥനകളൊക്കെ നമുക്ക് ചെല്ലാൻ സാധിക്കാതെ വീടുകളിലൊക്കെ സന്യാസത്തിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും ആദ്യം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്ന സാധനം സന്യാസത്തിന്റെ പ്രാർത്ഥനയാണ്. നമ്മളൊരു പാർട്ടിക്ക് പോവുകയാണ്. പാർട്ടിക്ക് പോയി 11 മണിക്ക് നമ്മൾ തിരിച്ചു വരും. പിന്നെ അവിടെ പ്രാർത്ഥിക്കുന്നത് 5 മണിക്ക് പോയതാണ്. അതിൽ നമ്മുടെ വീട്ടിൽ വേറെ ഫംഗ്ഷൻസ് നടക്കുന്നത്. ആദ്യം ഉപേക്ഷിക്കുന്ന സാധനം പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോയാൽ ഈ പറയുന്ന ജാഗ്രതയോടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ മാതാപിതാക്കളെയാണ് നോക്കുന്നത് ആദ്യം. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുവാൻ നമുക്കിടയാകുന്നു. പ്രത്യേകിച്ച് കൊറോണ കാലം നമുക്ക് നൽകുന്ന വലിയൊരു വാണിംഗ് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നിമിഷം കൊണ്ട് തീരാണ്. എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ചുവെങ്കിൽ അതിന് ഉത്തരവാദിത്തം നൽകിക്കൊണ്ടാണ്. ആ വൈറസ് കുറച്ചും കൂടെ ശക്തമായിരുന്നെങ്കിൽ നമ്മുടെ പള്ളിയുടെ ശൂന്യമായിരുന്നു. അതിന് എത്രയോ സമയം സംഭവിച്ചു കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളിലൊക്കെ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ തലമുറയെ ഈ കളങ്ങളിൽ നിന്നും സൂക്ഷിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. അതിനുള്ള മാതൃക കൊടുക്കാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. നമ്മൾ അവരെക്കാൾ കൂടുതൽ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നമുക്കതിന് സാധിക്കുകയില്ല.
ഈ വിശ്വാസത്തിലേക്ക് ആ പിതാവ് അത് സാധിക്കുമെന്നുള്ള വലിയ ബോധ്യം ആ സുശേഷത്തിലെ ഈ അവസ്മാന രോഗിയായ മകന്റെ പിതാവ് നമുക്ക് നൽകുകയാണ്. ദൈവത്തിന്റെ സന്ദേശം നമുക്ക് സ്വന്തമാക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ദൃഷ്ടിയായും ഞങ്ങളുടെ മേലധികാരികളെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മാത്രം കണ്ട് തീരുകൊണ്ട് വസ്തു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും കർത്താവേ, ഇത് ദിവസത്തിൽ മാത്രമായി ദൃശ്യപ്പെടുമ്പോൾ ആനന്ദോടെ നേരിടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജനത്തെ വാഗ്ദാനത്തിനാണെങ്കിലും വിശ്വസിച്ചതുപോലെ സ്വർഗീയഭവനത്തിലേക്ക് ഞങ്ങൾ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവിന്റെ കൃഷ്ണനായ മാർ ജേക്കബ് മെത്രാനെയും ജോയ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെ നയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമകരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ ക്ഷേമത്തിന്റെ പൂർത്തിയുള്ള മാനസികമായി ദേവദൂതന്മാരായ പരിസേവനായി ക്രിസ്തുയാർക്കോടുകൂടി മാനവേക്കരുമേ പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവോട് ചിലരെ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസവായ സത്യമായ പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് വാസികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥാജനൈക്യം. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും സത്യയോടും വിശുദ്ധിയോടും കൂടെ അനർവമായ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി മേപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ഇവരുടെ അടുത്താണ് ഇതാകുകയും ചെയ്തവർ ഭക്തിയോടെ ശ്രദ്ധയോടും കൂടെ വിസ്തരിച്ചതിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിന്റെ വിശ്വാസത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ദിവ്യവിരുന്നിൽ
സഭയായി ജീവൻ കാരണമാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാണിയായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദൈവ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി വിശ്വാസസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും കൂടെ കർത്താവിന് നന്ദി പറയുകയും കൊടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവ് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ജനകമായ രഹസ്യങ്ങൾ പ്രദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ നല്ല മധ്യസ്ഥ വഴി സമാധാന സമൂഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ജാലക സ്വപ്നയിലേക്ക് എത്തി വിശുദ്ധരായ ഏകാഗ്രതയുടെ ഭക്തികളും കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. തിരുസന്നിധിയിൽ അനവരതം സ്തുതി
പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവരുടെ പരിമകളാ ഉന്നത വീതിയോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യം ഉന്നത വീതിയോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടി അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതം അങ്ങയോട് സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള അസ്മാരത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷകളെ സ്മാരകമായിട്ടുകയും ചെയ്ത് രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധമതിച്ചു പോകാൻ ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകിയും ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ ഗൃഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും അധ്യാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധാവി ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ ജേക്കബ് മെത്രാന് വേണ്ടിയും ജോയ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ സഭാപിതരന്മാർ പ്രേക്ഷകർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ മേലധ്യാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധികൾ പ്രീതികരമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനത്തെയും സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നത്യവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരസിഹായിനെയും സുഗന്ധം ഉപവാസത്തിലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായക അടയാളത്താൽ മുദ്രതരുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാർഗ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ദർശനത്തെ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും പ്രേക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ അവരോട് പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവോടെ നൽകട്ടെ. അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാഠിന്യത്തെ വിധം എന്നോട് ദയ തോന്നണമേ. ഭാവിയിൽ ഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഷ്യരെ
കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ത്യാഗങ്ങളോടെ സ്വീകരിക്കാം. അനുതാപവാത്സല്യത്തോടെ പ്രാർത്ഥനയോട് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തെയും നാഥനായി പ്രകൃതിയും പാപങ്ങളെയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. തലകർന്ന് പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിട്ടുമാറ്റാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുകയും ചെയ്യാം. യോജിപ്പുകളിലേക്ക് ഒരുപോലെ ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പിതാവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വീകാര്യ സർവീസത്തോടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യാത്രകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. പിതാവായ ദൈവമേ, കാരണപൂർവ്വം അങ്ങേക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ കോടി നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കുന്നു. വിശേഷിച്ചത് Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. ായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപങ്ങളുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവിശ്വസിയായ കൃപാവരമോടത്തെ കാരണത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സഹോദരങ്ങളുടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തപാനം ചെയ്യാൻ ക്രിസ്തുവിനെ ക്ഷണിക്കുന്നു.
എത്രയോ അതുല്യമേ, നിന്ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ, നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു.
തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്റെ സന്തോഷത്തിൽ വേദനയിലും ഇന്നുമെന്നും നന്മയേകിടും. ഇടവുകളേറ്റു ചെന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എന്റെ ദൈവമേ, ജീവന്റെ മാർഗ്ഗമേ, നിന്നോട് ചേരട്ടെ ഞാൻ. നീ തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. നിന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോരുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയെനിക്കീരുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. പരിശുദ്ധാത്മാവിലേക്ക് പ്രാർത്ഥന സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ
നടത്തുവാനും അങ്ങനെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വർഗത്തിന്റെ പ്രത്യാശയായ സിംഹളയെ വിദേശങ്ങൾ വഴി തന്റെ മഹത്വം കീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും ഓർത്തിയിരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen.
കാത്തുകളെ വിശദീകരിക്കണമേ. വലിയൊരു അന്യായമറിയമേ, വലിയൊരു വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയ മനസ്സിനായി ജോലിയായി വലിയൊരു വേണ്ടി പ്രാർത്ഥിക്കണമേ. Pray for the diocese, page 324. Father, Son, and Holy Spirit, the most blessed Trinity, We adore you, praise you, and glorify you. Thank you, Lord, for your everlasting providence. Grant us forgiveness for our sins. Lord God, give us the grace and give us your Holy Spirit. Eternal grace and good shepherd, we thank you for your gracious gift of Saint Joseph and our lives, in Mother Maria and for his wishes. Lord of mercy, guide and protect our wishes, praise to peace and safety. Fill with your gifts, Lord, and pour us with your Holy Ghost. Lord God, bless all our families and their families, to know and be faith, love and hope, our love and unity. Lord of harvest, please call in people from our families to minister in your church. Lord, let us fulfill your will, follow the example and intercession of Blessed Mother, Saint Thomas the Apostle, Saint Mary of Flora, Saint Alfonso, Saint Ignatia, Saint Maria Teresa, Blessed Trinity, and finally, enable us to live in glory, Lord of all, forever. Amen. please be seated. Since the Sunday is being the last Sunday of September, I invite all those people who celebrated or to celebrate their birthdays in this month, please come forward for the blessing. Commands for this. ദൈവമേ, സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനും നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ നിന്നോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. അനുനന്മയായ ദൈവമേ, നീ ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തി പരിപാലിച്ചുകൊണ്ട് പോകുന്നതിൽ ഞങ്ങൾ നിന്നോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും തിരികയില്ല. നിന്റെ തിരുഹിതം നിറവേറ്റുന്നതിനും നിന്നെ അനന്തരം പാടി ശ്രദ്ധിക്കുന്നതിനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർത്ഥമായ ദാനങ്ങൾ നൽകി കൃപയോടെ കാക്ഷിക്കണമേ. ആയുരാരോഗ്യങ്ങളും ദീർഘായുസ്സും നൽകി നിന്നെ സ്തുതിക്കുവാൻ ഇവർക്ക് വലതുകരം നീട്ടി ആശീർവദിച്ച് അനുഗ്രഹം നൽകണമേ. ഇവർ മുഖാന്തരം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുവാൻ നീ അനുവദിക്കണമേ. ഉത്തമമായ ക്രൈസ്തവ ജീവൻ നയിച്ച് നിനക്ക് സാക്ഷിയായി തീർന്ന് അവസാനം സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് നിന്നെ പാടി ശ്രദ്ധിക്കുന്ന ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. So those who are celebrating their wedding anniversary, month of September, please come forward. Oh, sorry too. ദൈവമേ, നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം നവദാസ സ്വീകരിച്ച് കുടുംബജീവൻ നയിക്കുവാൻ ഇവരെ നീ വിളിച്ചതിന് നിനക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷക്കാലം വിവാഹത്താൽ ബന്ധിതരായി പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും വിശ്വസ്തയോടും ജീവിക്കുവാൻ നീ ഇവരെ വിളിച്ചുവല്ലോ. ഇവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം ചിന്തിക്കുവാനും നന്മ മാത്രം പ്രവർത്തിക്കുവാനും നല്ലത് മാത്രം പറയുവാനും ഇവർക്ക് സഹായം നൽകണമേ. അസ്ത്രത്തിലെ തിരുകുടുംബത്തിൽ നിറഞ്ഞു നിന്ന ആ ഒരുമയുടെ ഓളവും സ്നേഹത്തിന്റെ താളവും സഹനത്തിന്റെ ചരിതയും ഇവിടെ ജീവിതത്തിലുണ്ടാകുവാൻ കൃപ നൽകണമേ. മാതാപിതാക്കളെ നിന്ന് ബഹുമാനിക്കുന്നവരും അവരുടെ വാർദ്ധക്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ പരിചരിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്നവരുമാകുവാൻ ഈ ദമ്പതികളെ ഒരുക്കണമേ. ബുദ്ധിയും സിദ്ധിയും സർവോപരി ദീർഘായുമുള്ള സന്താനങ്ങളെ ഇവർക്ക് പ്രദാനം ചെയ്തിരിക്കുന്നുണ്ട്. സ്നേഹവും സന്തോഷവും ഇവിടെ അർത്ഥങ്ങളിലും അകതാരിലും നിരന്തരം
പ്രദാനം ചെയ്യട്ടെ. ഈശോയുടെ അനുഗ്രഹത്തില് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.